ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ മൂവി 2023 പുറത്തിറങ്ങിയ ഒരു അടിപൊളി ഹൊറർ മൂവിയാണ് കേട്ടോ. തുടക്കത്തിൽ തന്നെ 3 കുട്ടികൾ കാടിനുള്ളിൽ നിന്ന് കളിക്കുകയാണ്. കൂട്ടത്തിലെ പെൺകുട്ടി മറ്റു 2 പേരെയും സമയം സന്ധ്യയാകുന്നു, ഇനി നിന്നാൽ പ്രേതം പിടിക്കും, വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ അവന്മാർ കളിയുടെ രസത്തിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. കളിക്കുന്നതിനിടയ്ക്ക് അവന്മാരുടെ കമ്പ് ചെന്ന് ഒരു കാട്ടിനുള്ളിലേക്ക് വീണു. കൂട്ടത്തിലെ ഒരു പയ്യൻ അത് എടുക്കാനായി കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. അവൻ ഒരു പാറക്കല്ലിന്റെ അടുത്തായി കമ്പ് കണ്ടു. അവൻ എടുക്കാൻ ചെന്നതും ആ കമ്പ് ചെറിയൊരു കുഴിക്കുള്ളിലേക്ക് വീണു. ഈ സമയം ആ പെൺകുട്ടിയും എന്തോ ഒരു പാട്ട് കേട്ട് ആ കാട്ടിനുള്ളിലേക്ക് വന്നു. ആ പയ്യൻ കുഴിക്കുള്ളിലേക്ക് കൈയിട്ട് അത് എടുക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ആ പെൺകുട്ടിയെ എന്തോ ഒന്ന് കാലിൽ പിടിച്ച് നിലത്തിട്ട് വലിച്ചു കൊണ്ടുപോയി. അവളുടെ കരച്ചിൽ കേട്ട് 2 പയ്യന്മാരും അവളുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും ആ കമ്പ് എടുക്കാൻ കുഴിയിലേക്ക് കൈയിട്ട പയ്യന് അവന്റെ കൈയും ആരോ ബലമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് വലിച്ചു. ഒരുവിധം അവൻ കൈ പുറത്തെടുത്തെങ്കിലും അവന്റെ ഒരു വിരൽ മുറിഞ്ഞു പോയിരുന്നു. അവിടെ നിന്ന് സീൻ കട്ടായി. പിന്നീട് നമ്മൾ കാണുന്നത് 30 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. ആദ്യം സമനും ഉറ്റ സുഹൃത്തുക്കളാണ്. അവരുടെ ഓട്ടം കണ്ടാൽ അറിയാം സ്കൂളിൽ എത്താൻ ലേറ്റ് ആയിരിക്കുകയാണ്. ഓടുന്ന വഴിക്ക് ആദ്യം മുടിയൊക്കെ വളർത്തി കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെ ഇരിക്കുന്ന ആളിന്റെ ദേഹത്ത് തട്ടി വീണു. 2 പേരും പേടിച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കല്ലേ പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞ് അവിടുന്ന് ജീവനും കൊണ്ട് ഓടി. പ്രതീക്ഷിച്ച പോലെ തന്നെ ലേറ്റ് ആയിട്ട് സ്കൂളിലെത്തിയ ആദ്യയെയും സമനെയും ടീച്ചർ നന്നായിട്ട് ചീത്ത പറഞ്ഞു. ലേറ്റ് ആയതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ടീച്ചർ അവരോട് ബോർഡിൽ ഇനി ലേറ്റ് ആകില്ല എന്ന് എഴുതാൻ പറഞ്ഞു. അതിനിടയ്ക്ക് അവിടേക്ക് ആയു എന്ന പെൺകുട്ടി അസൈൻമെന്റ് കാണിക്കാൻ വന്നു. അവളാണ് ക്ലാസ്സിലെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. അവൾ നന്നായിട്ട് അസൈൻമെന്റ് എഴുതിയത് കൊണ്ട് ടീച്ചർ അവൾക്ക് ഒരു പേന ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. പോകാൻ നേരം ആയു സമനോട് രാവിലെ എന്റെ അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സമന്റെ ചേട്ടൻ കൊണ്ടുവരുന്ന തേൻ ആയുവിന്റെ അച്ഛന്റെ കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ജോലി സമന്റെയാണ്. എന്നാൽ സമൻ അത് മറന്നുപോയിരുന്നു. ആയുവിന്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്റെ ചേട്ടനോട് ഈ കാര്യം പറയും, അവൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. എന്നാൽ സമൻ, അയ്യോ ചേട്ടനോട് പറയില്ലേ, ഞാൻ രാവിലെ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് തേൻ കൊണ്ടുവരാൻ കഴിയാത്തത് എന്നൊക്കെ പറഞ്ഞു അയാളെ ഒരുവിധം ഒതുക്കി. സമനും ആദ്യം വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട കാടിന്റെ ഉള്ളിൽ കൂടിയാണ്. തുടക്കത്തിൽ ആ പയ്യന്റെ വിരൽ മുറിഞ്ഞുപോയ സ്ഥലം എത്തിയപ്പോൾ ആദ്യ സമനോട് പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു. അത് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും സമനെ കാണാനില്ലായിരുന്നു. അത് ഈ സമനെ അവിടെയൊക്കെ ഉച്ചത്തിൽ വിളിച്ചു. ആദിയുടെ പിറകിലായി പെട്ടെന്നൊരു കറുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ സമൻ ആദിയുടെ പിറകിൽ വന്ന് പറ്റിച്ചു. ഇതേ സമയം ആയു കാടിനുള്ളിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അവളുടെ അങ്കിളിനെ കാണാൻ പോവുകയാണ്. അയാൾക്ക് ഫുഡുമായിട്ട് വന്നതായിരുന്നു അവൾ. അത് മറ്റാരുമായിരുന്നില്ല, തുടക്കത്തിൽ കണ്ട ആ ഭ്രാന്തനായിരുന്നു. അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് നിന്നോട് ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് അവളെ പറഞ്ഞു വിട്ടു. ഇവിടെ പള്ളിയിൽ ഉസ്താദ് കുട്ടികളോട് സന്ധ്യ കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടേ എന്നൊരു കുട്ടി ചോദിച്ചപ്പോൾ സന്ധ്യയ്ക്ക് മുൻപ് പ്രാർത്ഥിച്ചിട്ട് പോകാൻ അദ്ദേഹം പറഞ്ഞു. രാത്രി സമൻ തന്റെ അമ്മമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുകയാണ്. അമ്മമ്മ കിടപ്പിലാണ്. അപ്പോഴാണ് അവിടേക്ക് സമന്റെ ചേട്ടൻ വന്നത്. അവിടെ മേശപ്പുറത്ത് തേൻ ഇരിക്കുന്നത് കണ്ട് സമൻ അത് കടയിൽ കൊണ്ടുപോയി കൊടുത്തില്ലെന്ന് മനസ്സിലാക്കിയ ചേട്ടൻ അവനെ ചീത്ത പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ സിറ്റിയിൽ പോയിട്ട് തിരികെ വരുമ്പോൾ ഈ കുപ്പി ഇവിടെ ഇരിക്കുന്നത് കണ്ടാൽ ബാക്കി തല്ല അപ്പോ കിട്ടുമെന്ന് പറഞ്ഞ് ചേട്ടൻ അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തേൻ കൊണ്ട് കടയിൽ കൊടുക്കാൻ 2 പേരും ഓടുകയാണ്. കടയിൽ കൊടുത്തിട്ട് പോയാൽ സ്കൂളിൽ എത്താൻ ലേറ്റ് ആകും എന്നുള്ളത് കൊണ്ട് സ്കൂളിൽ പോയി ടീച്ചറിനോട് പെർമിഷൻ വാങ്ങിയിട്ട് കടയിലേക്ക് പോകാമെന്ന് സമൻ ആദ്യോട് പറഞ്ഞു. പക്ഷേ ടീച്ചർ അവരെ വിട്ടില്ലെന്ന് മാത്രമല്ല അവരെ കൊണ്ട് ക്ലാസ് റൂം ഒക്കെ ക്ലീൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. എന്തായാലും തേൻ കൊടുത്തില്ലെങ്കിൽ ചേട്ടൻ്റെ നിന്ന് തല്ല് കിട്ടും എന്നുള്ളത് കൊണ്ട് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ ശേഷം തേൻ കൊടുക്കാൻ പോയി. സമയം സന്ധ്യ ആയതുകൊണ്ട് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. അവരുടെ വിശ്വാസപ്രകാരം സന്ധ്യ കഴിഞ്ഞാൽ പ്രേതങ്ങളുടെ ശല്യമാണല്ലോ. പോകുന്ന വഴിക്ക് അവരൊരു വാനിന് കൈ കാണിച്ചു. അതിൽ കയറി കടയിലേക്ക് പോവുകയാണ്. ഇവിടെ സമന്റെയും ആദിയുടെയും ടീച്ചർ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. രാത്രി അവർ ലോക്ക് ചെയ്ത ഡോർ തുറന്നു കിടക്കുന്നതായി ടീച്ചർ കണ്ടു. താൻ അടയ്ക്കാൻ മറന്നുപോയതാകും എന്ന് കരുതി അവർ ഡോർ പിന്നെയും അടച്ചു. ഇതേ സമയം നമ്മുടെ സമനം ആദ്യം ടീച്ചറിനെ കുറിച്ച് പറയുകയാണ്. ടീച്ചർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സുഖമാണ്, ലേറ്റ് ആയാലും കുഴപ്പമില്ല, എപ്പോഴെങ്കിലും സ്കൂളിൽ പോയാൽ മതി, വഴക്ക് പറയാനും അടിക്കാനും ആരുമില്ല, അവര് മരിച്ചു പോയാൽ മതിയായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്ന് വണ്ടിയുടെ ടയർ പഞ്ചറായി. ഇവിടെ ടീച്ചറിന്റെ ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ട് ഡോർ തുറക്കാൻ പോയതും പിന്നെ കതക് തുറന്നു കിടക്കുകയാണ്. അവർ പതുക്കെ നടന്ന് പുറത്തേക്ക് നോക്കിയെങ്കിലും ആരുമില്ലാത്തത് കൊണ്ട് ടീച്ചർ പിന്നെയും കതക് ലോക്ക് ചെയ്തു. എന്നാൽ തിരിഞ്ഞു നടന്ന ടീച്ചർ പിന്നെയും ഡോർ തനിയെ തുറക്കുന്ന സൗണ്ട് കേട്ട് ഞെട്ടി. ഇത്തവണ അവർ പേടിച്ചു വിറച്ചു. പതുക്കെ പുറത്തേക്ക് നോക്കിയ ടീച്ചറിന്റെ പിറകിലായി ഒരു കറുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. കാര്യം മനസ്സിലായ അവർക്ക് ആകെ മരവിച്ച ഒരു അവസ്ഥയായതുകൊണ്ട് അനങ്ങാൻ പോലും പറ്റിയില്ല. പേടിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും ആ രൂപം അവരെ കൊന്നിരുന്നു. ഇവിടെ സമനും ആദ്യം ആ ഡ്രൈവറും കൂടി ടയറൊക്കെ മാറ്റി വണ്ടി റെഡിയാക്കി പോകാൻ ഒരുങ്ങിയതും അത്
വഴി ബൈക്കിൽ വന്ന രണ്ടുപേർ ടീച്ചർ മരിച്ച കാര്യം അവരോട് പറഞ്ഞു. ഇത് കേട്ട് സമന് നല്ല പേടി തോന്നി. അങ്ങനെ ആ ഡ്രൈവറും സമനും ആദ്യം അപ്പോൾ തന്നെ ടീച്ചറിന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ അവർ കുട്ടികളായതുകൊണ്ട് ബോഡി നാട്ടുകാർ അവരെ കാണിച്ചില്ല. അടുത്ത ദിവസം സമനും ആദിയും ആയവും ഒക്കെ ടീച്ചറിന്റെ ബോഡിക്ക് അരികിൽ ഇരിക്കുകയാണ്. സമന്റെ മനസ്സിൽ വല്ലാത്ത വിഷമവും പേടിയും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് അവൻ ടീച്ചറിന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ പേടിച്ചു പോയി. ബോഡി ആംബുലൻസിൽ കയറ്റിയ ശേഷം സമൻ അതിലേക്ക് നോക്കി നിന്നപ്പോൾ പെട്ടെന്ന് മുൻപ് കണ്ട അതേ ഭയാനകമായ രൂപം പിന്നെയും സമൻ കണ്ടു. അവർ സമനെ നോക്കുന്ന പോലെ അവന് തോന്നി. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് ആ പേടിപ്പിക്കുന്ന രൂപം അവൻ കണ്ട സ്വപ്നമായിരുന്നെന്ന്. ടീച്ചറിന്റെ മരണം സമന് വല്ലാത്ത ഷോക്കായിപ്പോയി. മരിച്ചുപോയ ടീച്ചർക്ക് പകരമായി നമ്മുടെ സ്കൂളിൽ പുതിയ ടീച്ചർ വന്നു. അവർ നല്ല സുന്ദരിയാണെന്നാണ് പറയുന്നത്. നീ നാളെ മുതൽ സ്കൂളിൽ വന്ന് നമുക്ക് അവരെ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും സമൻ ഓക്കെ ആയിരുന്നില്ല. ആദ്യം പിന്നെയും സമനോട് പറഞ്ഞു, സത്യത്തിൽ അന്നത്തെ ദിവസം രാത്രി ടീച്ചറിന് എന്തായിരിക്കും സംഭവിച്ചത്? അതിന് സമൻ മറുപടി ഒന്നും പറഞ്ഞില്ല. രാത്രിയായപ്പോൾ സമൻ പുറത്തു നിന്ന് ഒരു പാട്ട് കേട്ടു. അവൻ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. എന്നാൽ സമൻ അമ്മുമ്മയെ നോക്കിയപ്പോൾ അവർ ജനലിൽ കൂടി എന്തോ കണ്ട് പേടിച്ച അവസ്ഥയിലായിരുന്നു. സമൻ അമ്മുമ്മയോട് പ്രേതത്തെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് അവർ പേടിച്ച് തലയാട്ടി. പെട്ടെന്ന് സമൻ അടച്ചിട്ടിരുന്ന വാതിൽ തനിയെ തുറന്നു. അവന്റെ പിറകിലായി മരിച്ച ടീച്ചറിന്റെ ഭയാനകമായ രൂപം അവനെ പിടിക്കാൻ വന്ന പോലെ അവൻ തോന്നി. സമൻ പേടിച്ചു പോയി. തന്റെ തോന്നലാകുമെന്ന് കരുതി അവിടെ ഇരുന്ന ഒരു ഭരണിയിൽ നിന്ന് വെള്ളമെടുത്ത് മുഖം കഴുകാൻ പോയതും അതിനുള്ളിൽ നിന്നും പേടിപ്പെടുത്തുന്ന ഒരു രൂപം പുറത്തേക്ക് വന്നു. അതൊക്കെ അത് അവന്റെ ശരീരത്തിലേക്ക് കയറി. അടുത്ത ദിവസം പതിവ് പോലെ ആദ്യം ലേറ്റ് ആയിട്ടാണ് സ്കൂളിൽ വന്നത്. സമൻ ഇല്ലായിരുന്നു. എന്നാൽ പുതുതായി വന്ന ടീച്ചർ അവനെ വഴക്കൊന്നും പറയാതെ ക്ലാസ്സിൽ കയറ്റി. ഇവിടെ സമന്റെ ചേട്ടൻ സിറ്റിയിലൊക്കെ പോയി ജോലിയൊക്കെ കഴിഞ്ഞ് ആയവിന്റെ അച്ഛന്റെ കടയിൽ തേനിന്റെ പൈസ വാങ്ങാനായി വന്നു. എന്നാൽ അയാൾ ഏത് പൈസ? എനിക്ക് തേനൊന്നും കിട്ടിയിട്ടില്ല. അവൻ തേൻ കൊണ്ട് തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഇല്ല എന്ന് പറഞ്ഞു. ദേഷ്യം സഹിക്കാനാകാതെ ചേട്ടൻ നേരെ വീട്ടിലേക്ക് പോയി. ഇവിടെ സമൻ ആളാകെ മാറി. അയാൾ അവനെ തേൻ കൊടുക്കാത്തതിന് തലങ്ങും വിലങ്ങും തല്ലി. പെട്ടെന്ന് നേരത്തെ കണ്ട രൂപം സമന്റെ പിറകിൽ വന്നു. ഇത് കണ്ട അവന്റെ ചേട്ടൻ ഞെട്ടിപ്പോയി. ഈ സമയം സമൻ അവിടെ ഇരുന്ന ഒരു കത്തി കൊണ്ട് അവന്റെ ചേട്ടനെ തലങ്ങും വിലങ്ങും കുത്തിക്കൊന്നു. ഇതെല്ലാം കണ്ട് ഒച്ച പോലും വയ്ക്കാനാകാതെ കിടക്കുകയാണ് അമ്മുമ്മ. ശേഷം കുത്തിയ കത്തിയുമായി സമൻ പുറത്തേക്ക് പോയി. ഈ സമയം ആ ഭ്രാന്തനെ പോലത്തെ ആൾ ഒരു ദണ്ട് പോലെ ഒന്ന് സമന്റെ വീടിന്റെ മുൻപിൽ തൂക്കിയിടുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ കട തുറന്ന ആയുവിന്റെ അച്ഛൻ കാണുന്നത് തന്റെ തല അവിടുത്തെ ഭിത്തിയിൽ ഇടിക്കുന്ന സമനെയാണ്. അയാൾ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചതും സമൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ അയാൾക്ക് നേരെ നീട്ടി. തേനായിരിക്കും എന്ന് കരുതി വാങ്ങി അയാൾക്കത് തെറ്റി. ആ കുപ്പികളിൽ നിറയെ ചോരയായിരുന്നു. അവൻ വലിയ ശബ്ദമുണ്ടാക്കി അവിടെ നിന്ന് ഓടിപ്പോയി. ഇതേ സമയം രാവിലെ ചായയുമായി പുറത്തേക്ക് വന്ന അവിടെയുള്ള ഒരു പോലീസുകാരൻ തന്റെ വീടിന്റെ മുൻപിലെ കാഴ്ച കണ്ട് നെട്ടി. കുറെ കോഴികളെ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുമായിരുന്നു അയാളുടെ വീടിന് മുൻപിൽ. തലേ ദിവസം രാത്രി സമൻ ചേട്ടനെ കൊന്നിട്ട് കത്തിയുമായി ഇറങ്ങിയത് ഇതിനായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ ആയുവിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു. ക്ലാസ്സിൽ വെച്ച് മരിച്ചുപോയ ടീച്ചർ അവളുടെ പിറകിൽ സമൻ സമൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. സ്കൂളിൽ നിന്നിറങ്ങിയ സമയം തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ലായിരുന്നു. നേരെ അച്ഛന്റെ കടയിൽ ചെന്നപ്പോൾ അവിടെ പോലീസ് രാവിലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആയുവിന്റെ അച്ഛനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. സത്യത്തിൽ ആ പോലീസുകാരന്റെ വീട്ടിലെ കോഴികളെ സമൻ കൊന്ന ശേഷം അതിന്റെ ചോരയാണ് രാവിലെ കടയിൽ കുപ്പിയിലാക്കി കൊണ്ടു കൊടുത്തത്. ആയുവിനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ പോലീസുകാരുടെ കൂടെ പോയി. അപ്പോഴാണ് ആദി അവിടേക്ക് വന്നത്. ആയു ആദീനെ വിളിച്ചുകൊണ്ട് നമുക്കൊരിടത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ആയുവിന്റെ അച്ഛനും പോലീസുകാരൻ നേരെ പോയത് സമന്റെ വീട്ടിലേക്കായിരുന്നു. ഡോർ തുറന്നപ്പോൾ അവർ അന്തിച്ചുപോയി. സമന്റെ ചേട്ടന്റെ ബോഡി അഴുകി കിടക്കുകയാണ്. ആയുവും ആദിയും അവരുടെ പിറകെ തന്നെ സമന്റെ വീട്ടിലെത്തിയിരുന്നു. ആ കാഴ്ച കണ്ട ആദി അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പോകുന്ന വഴിക്ക് ഒരു പുഴയ്ക്കരികിൽ അവൻ സമനെയും കണ്ടു. ഇതേ സമയം ആയു കൂട്ടത്തിലെ ഒരു പോലീസുകാരനെയും വിളിച്ചുകൊണ്ട് ആദിയുടെ പിറകെ വന്നിരുന്നു. പുഴയിൽ നിൽക്കുന്ന സമനെ കണ്ട് ആദി അവന്റെ അടുത്തേക്ക് പോയി. ആദിയെ കണ്ട് തിരിഞ്ഞു നോക്കിയത് പെട്ടെന്ന് സമന്റെ ശരീരത്തിൽ നിന്നും ജിന്ന് പുറത്തേക്ക് പോയി. ഇവിടെ എല്ലാവരും കൂടി സമനെ പിടിച്ചുകൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സ്കൂളിൽ പുതുതായി ജോയിൻ ചെയ്ത ടീച്ചറും വന്നു. സമൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് കൂട്ടത്തിലെ ഒരാളോട് അവർ ചോദിച്ചു. അതിന് അവൻ വാ തുറന്നിട്ട് വേണ്ടേ, എപ്പോൾ നോക്കിയാലും ഏതോ ഒരു പാട്ട് മൂളിക്കൊണ്ടിരിക്കും. എങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അവൻ എന്തെങ്കിലും പറഞ്ഞാലോ? അവരെല്ലാം അത് സമ്മതിച്ചു. ടീച്ചർ അകത്തേക്ക് കയറി പതുക്കെ അവന്റെ അടുത്തിരുന്നു. ഇതെല്ലാം ആദ്യ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ടീച്ചർ പുറത്തിറങ്ങിയിട്ട് ഞാൻ ശ്രമിച്ചു, പക്ഷെ അവനൊന്നും മിണ്ടുന്നില്ല. ഇവിടെ ആ ഭ്രാന്തനെ പോലത്തെ ആൾ മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അന്ന് രാത്രി സമൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ മുൻപിൽ അവൻ കൊന്ന ചേട്ടൻ പ്രേതമായി വന്നു. പിറകിൽ നേരത്തെ മരിച്ച ടീച്ചറും. കുറച്ചു നേരം കഴിഞ്ഞ് പോലീസുകാർ വന്ന് നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന സമനെയാണ് കണ്ടത്. സമന്റെ മരണം ആദിയെ വല്ലാതെ വിഷമിപ്പിച്ചു. ആദിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ സമൻ. അടുത്ത ദിവസം സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും ആദ്യ ക്ലാസ്സിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ടീച്ചർ അവനോട്, എനിക്കറിയാം സമന്റെ മരണം നിന്നെ നല്ലപോലെ വിഷമിപ്പിക്കുന്നുണ്ട്. സമനെ പോലെ ഒരു ഫ്രണ്ടായിട്ട് നിനക്ക് എന്നെയും കാണാം.
അതുപോലെ എക്സാം വരുന്നുണ്ട്, നീ എല്ലാത്തിനും വീക്ക് ആയതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ നിനക്ക് എക്സ്ട്രാ ക്ലാസ് എടുക്കും. ആദ്യം അത് സമ്മതിച്ചു. സന്ധ്യ കഴിഞ്ഞപ്പോൾ ആദിയെ വിളിക്കാൻ വന്ന അച്ഛനോട് ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കാം, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ശേഷം ക്ലാസ് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആദിക്ക് തന്റെ പിറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി. അവൻ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ പോയി. പിറകിൽ സൗണ്ട് കേട്ട് ആദി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടത് സമൻ അവിടെ നിൽക്കുന്നതാണ്. അവൻ ആദിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ആ ആത്മാവ് ആദിയുടെ ഉള്ളിലേക്ക് കയറി. അടുത്ത ദിവസം രാവിലെ ആദിയുടെ അച്ഛൻ അവന്റെ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ടത് സമൻ ചെയ്തതുപോലെ ആദിയും തന്റെ തല ഭിത്തിയിലിട്ട് ഇടിക്കുകയാണ്. ആദിയുടെ കണ്ണുകളൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാകും. അവന്റെ അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്ന് മോനെ നീ ഇവിടെ എന്തെടുക്കുക എന്ന് ചോദിച്ചതും അവൻ വളരെ നോർമലായി തന്നെ അയാളോട് സംസാരിച്ചു. ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആദിയുടെ അച്ഛൻ അവിടെ ആ ഭ്രാന്തൻ നിൽക്കുന്നത് കണ്ട് നീ ഇവിടെ എന്തെടുക്കുക, മര്യാദയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അവൻ സമന്റെ വീട്ടിലിട്ട് അതുപോലത്തെ ഒരു ദണ്ട് ആദിയുടെ വീട്ടിലും ഇടാൻ വന്നതായിരുന്നു. ആദിയുടെ അച്ഛൻ ചോദിച്ചത് കേട്ട് ഒന്നും മിണ്ടാതെ അവൻ അവിടുന്ന് പോയി. അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും ആദ് പോകാത്തത് കൊണ്ട് ആയു അവന്റെ അടുത്ത് വന്നിട്ട് ആദി നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചെങ്കിലും അവൻ അവളുടെ മുഖത്ത് പോലും നോക്കാതെ മിണ്ടാതെ ഇരുന്നു. അവൾ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങിയതും അവളുടെ കയ്യിലെ പേന താഴെ വീണു. അതെടുക്കാൻ കുനിഞ്ഞതും പെട്ടെന്ന് ആ മരിച്ചുപോയ ടീച്ചർ പ്രേതമായി വന്ന് ആദി എന്ന് പറഞ്ഞ് അവളെ പിടിക്കുന്ന പോലെ അവൾക്ക് തോന്നി. പെട്ടെന്നാണ് അവൾക്ക് ആദിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇതിനു മുൻപ് അവൾക്ക് ഇതുപോലെ ഉണ്ടായ ശേഷമാണ് സമനം മരിക്കുന്നത്. അവൾ ഓടി ക്ലാസ് റൂമിൽ നോക്കിയെങ്കിലും ആദി അവിടെ ഇല്ലായിരുന്നു. അവൾ ആ കാട്ടിലൊക്കെ ആദി എന്ന് ഉറക്കെ വിളിച്ച് അവനായി തിരിഞ്ഞു. പെട്ടെന്ന് ആ ഭ്രാന്തൻ അവളെ കണ്ടു. അയാൾ അവളെയും കൂട്ടിക്കൊണ്ടു പോയി. പിന്നീട് കാണുന്നത് മുറ്റത്തിരുന്ന് ഒരു കുട്ടി കളിക്കുകയാണ്. കുറച്ച് അകലെ നിന്ന് ആദി അവനെ അവന്റെ അടുത്തേക്ക് കളിക്കാൻ എന്നും പറഞ്ഞ് ആംഗ്യം കാട്ടി വിളിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് ആ കുഞ്ഞിന്റെ അമ്മ അവനെ അവിടേക്ക് നോക്കിയെങ്കിലും കണ്ടില്ല. ഇതറിഞ്ഞ നാട്ടുകാർ എല്ലാം രാത്രി തന്നെ പന്തമൊക്കെ കത്തിച്ച് ആദിയെയും ആ കാണാതായ കുട്ടിയെയും തിരക്കി ഇറങ്ങി. അടുത്ത ദിവസം ക്ലാസ്സിൽ ടീച്ചർ എല്ലാവരോടും ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയാണ്. ആദിയെയും മിസ്സിംഗ് ആയ കുട്ടിയെയും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കും. ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരം ആയു ടീച്ചറിനോട് ടീച്ചർ കഴിഞ്ഞ ദിവസം ടീച്ചറിന് എന്തെങ്കിലും കിട്ടിയിരുന്നോ, എന്ത് കിട്ടിയോ എന്ന്. ആയു തന്റെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ച് ആ തകിടെടുത്ത് ടീച്ചറിന്റെ കയ്യിൽ വെച്ചു. പെട്ടെന്ന് തന്നെ ആ തകിട് ടീച്ചർ താഴെ ഇട്ടു. ഇതെന്താണായു? ഇതൊരു തകിടാണ്. ഇത് ടീച്ചറിനെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കും. ടീച്ചറിന് അത് വാങ്ങാൻ മടിയുള്ളതുപോലെ ആയുവിന് തോന്നി. എനിക്കിതിലൊന്നും വിശ്വാസമില്ല, നീ വേഗം വീട്ടിൽ പോകാൻ നോക്ക് എന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. ഇപ്പോൾ സന്ധ്യ ആകുമ്പോഴേ എല്ലാവരും കുട്ടികളൊക്കെ വീട്ടിനുള്ളിലാക്കി കഥ കടയ്ക്കും. എന്നാൽ വൈകിട്ട് ആയു സൈക്കിൾ എടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ട അവളുടെ അച്ഛൻ മോളെ നീ എവിടേക്കാ പോകുന്നത്, സന്ധ്യ കഴിഞ്ഞല്ലോ, ഇനി പോകണ്ട. ഇല്ല അച്ഛൻ, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുവാണെന്ന് പറഞ്ഞ് സൈക്കിളും എടുത്ത് അവൾ പോയി. ആ സന്ധ്യ സമയം നോക്കി റോഡിലൂടെ അവൾ പോയപ്പോഴാണ് റോഡിൽ ആദി ഇരിക്കുന്നത് അവൾ കാണുന്നത്. ഇതേ സമയം നേരം ഇരുട്ടാൻ തുടങ്ങിയത് കൊണ്ട് അത് അറിയിക്കാൻ പള്ളിയിൽ മണിയടിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ആ ഡ്രമ്മിൽ നിന്നും ചോര ഇറ്റ് വീഴുന്നത് അയാൾ കണ്ടു. എന്താണെന്നറിയാൻ അയാൾ അത് തുറന്നു നോക്കിയതും അതിനുള്ളിൽ തലേ ദിവസം കാണാതായ കുട്ടി മരിച്ചു കിടക്കുകയായിരുന്നു. ഇവിടെ ആയു ആദി ആദി എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് തിരിഞ്ഞ് അവളെ നോക്കി. അവന്റെ കയ്യിൽ കത്തിയും പിന്നെ അവൻ ചോരയിൽ കുളിച്ചു നിൽക്കുവാണ്. അവൻ അവളെ പിടിക്കാനായി വന്നു. ആയു സൈക്കിളൊക്കെ അവിടെ കളഞ്ഞ് ജീവനും കൊണ്ട് ഓടി. ഇത് കണ്ട ഒരു സ്ത്രീ അവളെ പെട്ടെന്ന് തന്നെ പിടിച്ച് അവരുടെ വീട്ടിൽ കയറ്റി കഥകടച്ചു. പക്ഷേ കഷ്ടകാലത്തിന് അവർ പിറകിലത്തെ വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. അധികം താമസിച്ചില്ല, ആദ്യ പിൻവാതിലിലൂടെ ഉള്ളിലേക്ക് കയറി. ആദ്യ ആയുവിനെ കുത്താൻ വന്നതും ഒരു പോലീസുകാരൻ പിറകിലൂടെ വന്ന് അവനെ അടിച്ചു വീഴ്ത്തി. ഇവിടെ രാത്രിയായിട്ടും ആയുവിനെ കാണാത്തത് കൊണ്ട് അവളുടെ അച്ഛൻ കടയിൽ തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് പുറത്ത് അലമാരയിൽ എന്തോ ഒന്ന് തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നത് അയാൾ കണ്ടത്. ടോർച്ച് അടിച്ച് അത് തുറന്നു നോക്കിയതും അയാൾ ഞെട്ടിപ്പോയി. അത് സമന്റെ ഡെഡ് ബോഡി ആയിരുന്നു. ഇവിടെ എല്ലാവരും ആദ്യം പിടിച്ച് ബലമായി കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. അവരുടെ ടീച്ചറും നാട്ടുകാരും അവിടെ ഉണ്ട്. പള്ളിയിലെ അച്ഛനൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ ശാന്തനായി. പിന്നീട് കാണുന്നത് ആ ഭ്രാന്തന്റെ വീടാണ്. അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. ഇതേ സമയം നാട്ടുകാരെല്ലാം ആദിയുടെ വീടിന്റെ പുറത്തുണ്ട്. കൂട്ടത്തിലെ പോലീസുകാരൻ പറഞ്ഞു, നേരത്തെ കാണാതായ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചില്ലേ? അവനെ ചോദ്യം ചെയ്തപ്പോൾ അറിഞ്ഞത് ആദി അവനെയും കൊണ്ട് പോയത് സമന്റെ കുഴിച്ചിട്ട സെമിത്തേരിയുടെ അടുത്തേക്കായിരുന്നു. അവന്റെ കുഴി തോണ്ടി ബോഡി പുറത്തെടുത്ത ശേഷം ഒരു മുയലിനെ കൊന്ന് അതിന്റെ ചോര ആ കുട്ടിയുടെ ദേഹത്തൊക്കെ ഒഴിച്ചു. ഇത് പറഞ്ഞു തീർന്നതും ആ പോലീസുകാരന് ഛർദ്ദിക്കാൻ വന്നു. പെട്ടെന്ന് ആദിയുടെ അച്ഛൻ ആ ഭ്രാന്തൻ കൊണ്ടുവന്ന അവരുടെ ഡോറിൽ കെട്ടിയ ആ തകിടിന്റെ കാര്യം ഓർത്തു. അത് അയാൾ എല്ലാവരെയും കാണിച്ചു. ഇതോടെ എല്ലാത്തിനും കാരണക്കാരൻ ആ ഭ്രാന്തനാണെന്ന് ആ നാട്ടുകാർ ഉറപ്പിച്ചു. ആ ഭ്രാന്തന്റെ പേര് കർത്ത എന്നാണ്. അവരെല്ലാം കൂടി ആ രാത്രി തന്നെ കർത്തയെ കാണാൻ പോയി. ഇവിടെ കർത്ത പ്രാർത്ഥനയിലാണ്. നാട്ടുകാരെല്ലാം അവനെ പിടിച്ചു പുറത്തിറക്കി ആ ദണ്ട് കാണിച്ചിട്ട് ഇതെന്തിനാണ് നീ എന്റെ വീടിന്റെ മുന്നിൽ കെട്ടിയത്? അതിനുശേഷമാണ് ആദിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ശേഷം എല്ലാവരും കൂടി അവനെ അവിടെ ഇട്ട് അടിച്ചു. അടുത്ത ദിവസം ആയുവിന് പനി പിടിച്ചു കിടക്കുകയാണ്. അവൾ അച്ഛനോട് അച്ഛ കർത്ത ഒന്നും ചെയ്തിട്ടില്ല, അയാൾ ഒരു പാവമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടേക്ക് ആയുവിനെ കാണാൻ ടീച്ചർ വന്നു.
ടീച്ചറിനെ കണ്ടതും ആയു പേടിക്കാൻ തുടങ്ങി. അവളുടെ അച്ഛന് കടയിൽ പോകാനുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ അയാൾ കടയിലേക്ക് പോയി. ടീച്ചർ ആയുവിനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രി നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. ഇന്നലെ ഞാൻ കർത്തയെ കാണാൻ പോയിരുന്നു, നീയും പോയിരുന്നില്ലേ? പെട്ടെന്ന് ടീച്ചർ കാണാതെ ബാഗിൽ നിന്ന് അവൾ ആ ദണ്ടെടുത്ത് കയ്യിൽ വെച്ചു. ഇനി നമ്മൾ കാണുന്നത് ആയു കർത്തയെ കാണാൻ കഴിഞ്ഞ ദിവസം പോയതാണ്. കർത്ത ഒരു ദണ്ട് ആയുവിനെ ഏൽപ്പിച്ചിട്ട്, ഇത് നീ നിന്റെ ടീച്ചറിന് കൊടുക്കണം, ശരിക്കും അവളുടെ ഉള്ളിൽ ഒരു പിശാചുണ്ട്. ഇതേ ജിന്നാണ് 30 വർഷം മുൻപ് എന്റെ വിരൽ അറുത്ത് മാറ്റിയതും. ഈ കർത്തയാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ ആ 3 കുട്ടികൾ കളിക്കുന്നത് കണ്ടില്ലേ? അതിലെ കുഴിക്കുള്ളിൽ വിരലിട്ടപ്പോൾ ആ വിരൽ മുറിഞ്ഞു പോയ കുട്ടി. നീ ഈ തകിട് ആ ടീച്ചറിന്റെ കയ്യിൽ കൊടുക്കണം. കയ്യിൽ വാങ്ങുകയാണെങ്കിൽ അവർ മനുഷ്യനാണ്, അല്ലെങ്കിൽ അവളുടെ ദേഹത്തൊരു ജിന്ന് കാണും. കർത്ത പറഞ്ഞത് കേട്ടാണ് ആയു നേരത്തെ ടീച്ചറിന്റെ കയ്യിൽ ദണ്ട് കൊടുത്തതും. അവൾ ആ തകിട് കിട്ടിയപ്പോഴേ നിലത്തിട്ടത് കൊണ്ട് അവളൊരു മനുഷ്യ സ്ത്രീ അല്ല എന്ന് ആയു ഉറപ്പിച്ചു. ഈ സത്യം അറിയാവുന്നത് കൊണ്ടാണ് ടീച്ചറിനെ കണ്ടപ്പോൾ ആയു പേടിച്ചത്. ടീച്ചർ പതിയെ നടന്ന് ആയുവിന്റെ കട്ടിലിൽ ഇരുന്നു. നിനക്ക് എന്തെങ്കിലും അറിയണോ ആയു? എനിക്ക് ആ കർത്തയെ നല്ല പോലെ അറിയാം. നിന്നെ കണ്ടിട്ട് കുഞ്ഞുനാളിൽ നിന്റെ അങ്കിളിനെ കാണുന്നത് പോലെ തന്നെയുണ്ട്. അവന്റെ ആ വിരലിന് എന്ത് രുചിയാണെന്നറിയാമോ? പെട്ടെന്ന് ആയു കയ്യിലിരുന്ന ദണ്ട് ടീച്ചറിന്റെ നേരെ കാണിച്ചു. എന്നാൽ ഇത്തവണ ടീച്ചർ കൂളായിട്ട് ആ ദണ്ട് കൈകൊണ്ട് വാങ്ങി. ഇതൊന്നും കൊണ്ട് ഇപ്പോൾ ഞാൻ പേടിക്കില്ല. നോക്ക്, നിന്റെ ടീച്ചറിനെ കണ്ടില്ലേ? മരിച്ച ശേഷവും അവർ നിന്നെ എന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബുദ്ധിശാലി നീയാണ്. ഞാൻ എന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ നീ എന്റെ കാര്യത്തിൽ തലയിടാൻ വരരുത്. എന്തെങ്കിലും കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ കൂട്ടുകാർക്ക് സംഭവിച്ചത് തന്നെ നിനക്ക് സംഭവിക്കും. മറ്റൊന്നുമല്ല, അന്ന് സമനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് ടീച്ചർ അകത്തേക്ക് കയറി അവന്റെ ചെവിയിൽ പറഞ്ഞത് നീ ചത്തുപോ എന്നാണ്. അതുകൊണ്ടാണ് അവൻ തൂങ്ങി മരിച്ചത്. അതുപോലെ ആദ്യം അന്ന് അലറി വിളിച്ചു കരഞ്ഞപ്പോൾ ടീച്ചർ പിറകിൽ നിന്ന് ചിരിക്കുകയായിരുന്നു. കൂടാതെ കർത്തയെ എല്ലാവരും കൂട്ടമായി തല്ലിയപ്പോഴും അവർ അത് കണ്ട് രസിച്ച് ചിരിക്കുകയായിരുന്നു. ഇത്രയും പറഞ്ഞ് അവർ കൂളായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ കർത്തയെ നാട്ടുകാർ എല്ലാവരും കൂടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ആയു ടീച്ചർ പോയ ശേഷം ഓടി കർത്തയെ കാണാൻ വന്നു. അങ്കിൾ, ആദ്യക്ക് എന്തോ ആപത്ത് വരാൻ പോവുകയാണ്, നമുക്ക് അവനെ രക്ഷിക്കണം. കർത്ത ആയുവിനോട്, നീ പോയി ആദ്യം രക്ഷിക്കുക, ടീച്ചറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രണ്ടുപേരും 2 വഴിക്ക് പോയി. ആയു ആദിയുടെ വീട്ടിലേക്ക് ചെന്ന് അവന്റെ അച്ഛനോട്, ആദ്യ ഡേഞ്ചർ സിറ്റുവേഷനിലാണ്, നമുക്ക് അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. 2 പേരും റൂമിൽ പോയി ആദ്യം നോക്കിയപ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നു. ഇവിടെ കർത്ത നേരെ പോയത് ടീച്ചറിന്റെ അടുത്തേക്കാണ്. ഇതാര്, കർത്തയോ? അന്ന് നിന്റെ വിരല് മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് വിട്ടാൽ പോരായിരുന്നു, നിന്റെ തലച്ചോറും കൂടി ടേസ്റ്റ് ചെയ്യണമായിരുന്നു. കർത്ത, നീ എന്നെ ഓർക്കുന്നുണ്ടോ? സത്യത്തിൽ അവൾ നമ്മൾ തുടക്കത്തിലെ കർത്തയുടെ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികളിൽ ആ പെൺകുട്ടിയായിരുന്നു. അന്ന് അവൾ ഒരു പാട്ട് കേട്ട് കാടിനുള്ളിലേക്ക് പോകുന്നതായി കാണിക്കുന്നുണ്ട്. അന്ന് ആ പിശാച് ആ 3 പേരിൽ കൂട്ടത്തിലെ മറ്റേ പയ്യനെ കൊന്നിട്ട് ജിന്ന അവളുടെ ശരീരത്തിലേക്ക് കയറുകയാണുണ്ടായത്. 30 വർഷങ്ങൾക്ക് ശേഷം അവൾ വലുതായി പിന്നെയും വന്നിരിക്കുകയാണ്. ഇവിടെ സമനും ആദിയും സ്ഥിരം കളിക്കുന്ന വെള്ളക്കെട്ടിന്റെ അവിടേക്ക് പോവുകയാണ്. ആ പിശാച് അവരെയും അങ്ങോട്ടേക്ക് ആകർഷിച്ചു കൊണ്ടുപോകുന്നു. ആയു ആദിയെ തിരികെ ആ കാട്ടിലൂടെ നടന്നു. കർത്തയ്ക്ക് തന്റെ മുറിഞ്ഞുപോയ വിരൽ കണ്ടപ്പോൾ ആണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇത് എവിടെയാണോ തുടക്കം വിട്ടത് അവിടെ തന്നെ അവസാനിപ്പിക്കണം. അയാൾ നേരെ കയ്യിലൊരു വിളക്കുമായി തുടക്കത്തിൽ കണ്ട കർത്തയുടെ വിരൽ മുറിഞ്ഞുപോയ ആ സ്ഥലത്തേക്ക് പോയി. ശേഷം കർത്ത ആ സ്ഥലത്ത് പെട്രോൾ ഒഴിച്ചു. കത്തിക്കാനായി തീപ്പെട്ടി എടുത്തതും ആ പെൺകുട്ടി അവനെ പേടിപ്പിക്കാൻ വന്നു. പക്ഷെ കർത്ത അതിലൊന്നും തളർന്നില്ല. പിന്നെയും കത്തിക്കാൻ തീപ്പെട്ടി എടുത്തതും പിന്നെയും അവനെ പേടിപ്പിക്കാൻ കുഞ്ഞുനാളിലെ അന്ന് അവന്റെ കൂടെ കളിക്കാനുണ്ടായിരുന്ന ആ പയ്യൻ പ്രേതമായി വന്ന് നിൽക്കുന്നു. നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? നീ വാ, നമുക്ക് കളിക്കാം. പക്ഷെ അതിലും കർത്ത വീണില്ല. പെട്ടെന്ന് തന്നെ കർത്ത കയ്യിലിരുന്ന തീപ്പെട്ടി കത്തിച്ച് ആ സ്ഥലത്തിട്ടു. ഇതോടുകൂടി ആ ജിന്ന് പതുക്കെ പതുക്കെ ഇല്ലാതായി. ഇതേ സമയം വെള്ളത്തിലേക്ക് ഇറങ്ങിയ ആദിയെ കൊല്ലാൻ ശ്രമിച്ച ആ ജിന്നും കല്ലറ കത്തിച്ചതോടെ അവിടുന്ന് പോയി. കൃത്യസമയത്ത് ആദിയുടെ അച്ഛനും ആയുവും അവിടെ എത്തിയിരുന്നു. ആ ജിന്ന് പോയതോടെ ആദി ബോധം കെട്ടു വീണു. അവന്റെ ശരീരത്തിൽ നിന്നും ജിന്ന് പോയതായിരുന്നു അത്. ആ സ്ഥലം കത്തിച്ചതോടെ അതിന്റെ ശല്യം ആ നാട്ടിൽ നിന്നേ പോയി. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള മറ്റൊരു ഗ്രാമമാണ് കാണിക്കുന്നത്. സന്ധ്യയ്ക്ക് ഒരു കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ ഒരാൾ അവിടെ നിന്ന് പാടുന്ന ശബ്ദം കേട്ടു. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും അവിടെയും കറുത്ത രൂപം നിൽക്കുന്നതും കാണാം. പെട്ടെന്ന് ആ കുട്ടിയെ വലിച്ചുകൊണ്ട് അത് കാടിനുള്ളിലേക്ക് പോവുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.